ഹായ് ഓൾ, വെൽക്കം ടു കോമേറ്റ് എഡ്യൂക്കേറ്റർ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മാർക്കറ്റിങ്ങിൻ്റെ മറ്റൊരു ടോപ്പിക്കാണ്. അതായത് പ്രോഡക്റ്റ് ലെവൽസ് ഇൻ മാർക്കറ്റിംഗ് ഓർ ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് ഇൻ മാർക്കറ്റിംഗ്. അപ്പം മാർക്കറ്റിങ്ങിൽ പ്രോഡക്റ്റിൻ്റെ ലെവൽസ് എന്ന് പറയുന്നത് 5 ആയിട്ടാണ് മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദ 5 പ്രോഡക്റ്റ് ലെവൽ മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഫിലിപ്പ് കോട്ട്ലർ ഇൻ 1960s. അപ്പോൾ ഈ 5 പ്രോഡക്റ്റ് ലെവൽ മോഡൽ ഡെവലപ്പ് ചെയ്തത് ഫിലിപ്പ് കോട്ട്ലർ ആണ്, ഇൻ 1960s ആണ്. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ഹെൽപ്പിംഗ് ഓർഗനൈസേഷൻസ് അണ്ടർസ്റ്റാൻഡ് ദർ കസ്റ്റമേഴ്സ്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഡക്റ്റ് ലെവൽസ് എന്താണ്, കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് 5 പ്രോഡക്റ്റ് ലെവൽസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കോർ ബെനഫിറ്റ് ഓർ കോർ പ്രോഡക്റ്റ് എന്ന് പറയാം. ദെൻ ജനറിക് ഓർ ബേസിക് പ്രോഡക്റ്റ്, ദെൻ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്, പിന്നെ ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ്, പിന്നെ പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടും 5 ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം കോർ ബെനിഫിറ്റ് ഓർ കോർ പ്രോഡക്റ്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏറ്റവും കോർ ആയിട്ടുള്ള കാര്യം എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ ഫസ്റ്റ് ആൻഡ് ബേസിക് ലെവൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ആൻഡ് ബേസിക് ലെവൽ is the core product or benefit the customer look at. It is the basic good or service purchase aside from its packaging or accompanying service. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് ഒരു കസ്റ്റമർ ഉദ്ദേശിക്കുന്ന കാര്യമാണ് കോർ ബെനിഫിറ്റ് ഓർ കോർ പ്രൊഡക്റ്റ്. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇപ്പം കോർ ബെനിഫിറ്റ് ഓഫ് എ ഹോട്ടൽ ഈസ് ടു പ്രൊവൈഡ് സംവെയർ ടു റെസ്റ്റ് ഓർ സ്ലീപ്പ് വെൻ എവേ ഫ്രം ഹോം. അപ്പോൾ കോർ ബെനിഫിറ്റ്, ഒരു ഹോട്ടൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എവിടെയെങ്കിലും ദൂര സ്ഥലത്ത് പോകുമ്പോൾ അവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ കോർ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റേ ചെയ്യാനൊരിടം, അതാണ് നമ്മൾ സ്റ്റേയിങ് ഹോട്ടലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇറ്റ് ഈസ് ദ ബേസിക് ലെവൽ, ബേസിക് ഗുഡ്സ് ഓർ സർവീസ് പർച്ചേസ്ഡ് അതർ ദാൻ ഫ്രം ദി സർവീസസ് ഓർ അതർ തിങ്സ്. ദെൻ സെക്കൻഡ് ലെവലാണ് ജനറിക് ഓർ ബേസിക് പ്രോഡക്റ്റ്. അപ്പോൾ ഇതിലെന്താണ്, ഇതിൽ നമ്മുടെ ആ ഒരു കോർ ബെനിഫിറ്റ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ എന്താണ്, ഇപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ട് നമുക്ക് അവിടെ കിട്ടേണ്ട സാധനങ്ങൾ, അതായത് ഇപ്പോൾ ബെഡ്, ടവൽസ്, ബാത്റൂം, മിറർ, വാർഡ്രോബ്, ഇതൊക്കെ ബേസിക് ആയിട്ട് അവിടെ ഉണ്ടാവേണ്ടതാണ്. ജനറൽ ആയിട്ട് ഒരു ഹോട്ടലിൽ നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. So the generic product is the basic version of product made up of only those features necessary for it to function. Okay, അപ്പോൾ നെസസറി ആയിട്ടും വേണ്ട കാര്യങ്ങൾ, ആ ഒരു ഫങ്ഷൻ ചെയ്യണമെങ്കിൽ നെസസറി ആയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളാണ് ഈ ജനറിക് ഓർ ബേസിക് പ്രോഡക്റ്റിൽ വരുന്നത്. ദെൻ തേർഡ് ലെവലാണ് എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്. അപ്പോൾ എന്താണ്, ഇവിടെ നമുക്ക് ബേസിക്കും ഉണ്ടാവും, നമ്മുടെ കോറും ഉണ്ടാവും, അതുപോലെ ബേസിക് പ്രോഡക്റ്റ് ഉണ്ടാവും. അത് കൂടാതെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, ഒരു കസ്റ്റമർ അവിടെ പോയി കഴിയുമ്പോൾ ബെഡ് ഇത് മാത്രമല്ല എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോട്ടലിലെ കേസ് എടുക്കുകയാണെങ്കിൽ ക്ലീൻ ഷീറ്റ്സ്, ക്ലീൻ ടവൽസ്, വൈഫൈ, ക്ലീൻ ബാത്റൂം, ഇതൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ കുറച്ച് ഒരു ലെവലും കൂടി അധികം. So the expected product is a set of features that the customers expect when they buy the product. അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ ഹോട്ടലിൻ്റെ കേസാണ് പറഞ്ഞതുകൊണ്ട് വേറെ എന്ത് സാധനമാണെങ്കിൽ കസ്റ്റമർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് ഈ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ്, അതായത് ഒരു എക്സ്ട്രാ എന്തെങ്കിലും കിട്ടുക എന്നുള്ളത്. സോ ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് റെഫേഴ്സ് ടു എനി പ്രോഡക്റ്റ് വേരിയേഷൻസ്, എക്സ്ട്രാ ഫീച്ചേഴ്സ് ഓർ സർവീസസ് ദാറ്റ് ഹെൽപ്പ് ഡിഫറൻഷിയേറ്റ് ദ പ്രോഡക്റ്റ് ഫ്രം ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ് വരെ നോർമലി എല്ലാ ഹോട്ടൽസിലും ഉണ്ടാവും. ഒരു കോറായിട്ട് ഒരു സ്റ്റേ ചെയ്യാനൊരു സ്ഥലം ഉണ്ടാവും, അവിടെ ബെഡ്, മിറർ, അതുപോലത്തെ കാര്യങ്ങളുണ്ടാവും. അതുപോലെ തന്നെ എല്ലായിടത്തും ഓൾമോസ്റ്റ് ക്ലീൻ ടവൽസ്, വൈഫൈ ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ അടുത്ത ആ ഒരു ലെവലിൽ വരുന്നതാണ് എക്സ്ട്രാ ഫീച്ചേഴ്സ്. ഇത് കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കോയിൻസേജ് സർവീസ് ഓർ എ ഫ്രീ മാപ്പ് ഓഫ് ടൗൺ ഇൻ എവറി റൂം. അതായത് ഒരു ഹെൽപ്പർ, കോയിൻസേജ് എന്ന് വെച്ചാൽ ഒരു ഹെൽപ്പറിൻ്റെ സർവീസ് അവിടെ കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ റൂമിലും ഫ്രീ മാപ്പ്, ആ ഒരു ഏരിയനെ കാണിക്കുന്ന ഫ്രീ മാപ്പ് കൊടുക്കുക. ഇതൊക്കെയാണ് ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില ഹോട്ടൽസിലൊക്കെ അവിടെ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെയാണ് ഇപ്പോൾ അടുത്ത ടൂറിസ്റ്റ് പ്ലേസ് ഏതൊക്കെയാണ് മെയിനായിട്ടുള്ളത്, അതിൻ്റെ മാപ്പ്, അവിടേക്ക് എങ്ങനെ നമുക്ക് ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാകും.
ഓക്കെ, അതാണ് ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ്, എക്സ്ട്രാ ആയിട്ടുള്ള കാര്യം. ദെൻ ഫിഫ്ത്ത് ലെവലാണ് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. So the potential product includes all augmentations and transformation the product might undergo in the future. ഓക്കെ, അപ്പോൾ ഇതിൽ എല്ലാ ഓഗ്മെൻറ്റേഷൻസും അതുപോലെ ട്രാൻസ്ഫോർമേഷൻസും ഉണ്ടാവും. ഇൻ സിമ്പിൾ ലാംഗ്വേജ് ദിസ് മീൻസ് ദാറ്റ് ടു കണ്ടിന്യൂ ടു സർപ്രൈസ് ആൻഡ് ഡിലൈറ്റ് കസ്റ്റമേഴ്സ് ദി പ്രോഡക്റ്റ് മസ്റ്റ് ബി ഓഗ്മെൻറ്റഡ്. അതായത് എന്ത് ചെയ്യുക, ഇവിടെ എന്താണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡിൽ നമുക്ക് എക്സ്ട്രാ സർവീസസും ഒക്കെ തരുന്നു, എക്സ്ട്രാ ആയിട്ട് തരുന്നു. പൊട്ടൻഷ്യലിൽ കസ്റ്റമേഴ്സിനെ ഡിലൈറ്റ് ചെയ്യിപ്പിക്കുക. ഇപ്പോൾ എന്തെങ്കിലും സർപ്രൈസസ് ഒക്കെ കൊടുത്തിരും. ഇപ്പോൾ ഒരു ഹോട്ടൽ റൂമിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വെക്കാം, എന്നിട്ട് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാം, ആ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇൻ അവർ ഹോട്ടൽ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഡിഫറെൻറ്റ് ഗിഫ്റ്റ് പ്ലേസ്ഡ് ഇൻ ദ റൂം ഈച്ച് ടൈം കസ്റ്റമർ സേസ്. ഫോർ എക്സാമ്പിൾ ഇറ്റ് കുഡ് ബി സം ചോക്ലേറ്റ്സ് ഓൺ വൺ ഒക്കേഷൻ ഓർ സം ലക്ഷറി വാട്ടർ ഓൺ അനദർ. അപ്പോൾ സർപ്രൈസസ് കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവിടെ എക്സ്ട്രാ ആയിട്ട് കസ്റ്റമേഴ്സിനെ ഡിലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതാണ് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് 5 ലെവൽസ് ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു കോർ ബെനിഫിറ്റ് ഓർ കോർ പ്രോഡക്റ്റ്, പിന്നെ ജനറിക് പ്രോഡക്റ്റ്, എക്സ്പെക്റ്റഡ് പ്രോഡക്റ്റ്, ഓഗ്മെൻറ്റഡ് പ്രോഡക്റ്റ് ആൻഡ് പൊട്ടൻഷ്യൽ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാനുള്ള പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, അതിൻ്റെ സ്റ്റേജസ് ഒക്കെയാണ്. അത് നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.